ആദ്യത്തെ ടോപ്പിക് വളരെ കോൺട്രവേഴ്ഷ്യലായ ടോപ്പിക്കാണ്. ഹോട്ട് ടോപ്പിക്കാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് തന്നെ. അതായത് ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡ്, അതായത് ബെസ്റ്റ് മെൻസ് ആൻഡ് വിമൻസ് പ്ലെയർ അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഫിഫ്പ്രോ ബെസ്റ്റ് 11 അവാർഡ്സിൻ്റെ റിസൾട്ടും വന്നു കുറച്ച് ദിവസം മുമ്പ്. പക്ഷേ ഈ അവാർഡ് കൊടുത്ത ശേഷം, അതായത് ഫിഫ്പ്രോ ബെസ്റ്റ് 11ഉം അതേപോലെ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡും കൊടുത്ത ശേഷം ഒരുപാട് ഹെയ്റ്റ് കമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ആൻഡ് ഇറ്റ്സ് മെയിൻലി ഡ്യൂ ടു മെസ്സി, ലയണൽ മെസ്സി, ആർഗ്യൂബിളി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളേഴ്സ് ഓഫ് ഓൾ ടൈം ആയ മെസ്സിക്കാണ് അവാർഡ് 2023 കൊടുത്തത്. അതിൻ്റെ ഒപ്പം തന്നെ 2ാം സ്ഥാനത്ത് വന്ന എർലിംഗ് ഹോളൻഡും 3ാമത് വന്നത് കിലിയൻ എംബാപ്പെ ആയിരുന്നു. ഇതിനെപ്പറ്റി ആദ്യം ടിൻഡു നമ്മുടെ കൂടെ ഉള്ള ഹാർഡ് കോർ മെസ്സി ഫാനാണ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? എന്താണ് നിന്റെ ഒരു കാഴ്ചപ്പാട് ഇതിനെ പറ്റി? അങ്ങനെ ഞൊടിഞ്ഞായം പറഞ്ഞിട്ട് പോവാന്ന് നീ നോക്കണ്ട. ചോദ്യം വളരെ പ്രസക്തമാണ്. ലയണൽ മെസ്സിക്ക് കൊടുത്തതിൽ നീ എന്തെങ്കിലും ഈ ഫിഫ പ്രോ എന്താ എപ്പം തൊട്ടുള്ള സീസൺ തൊട്ടുള്ളതാണ് ആക്ച്വലി ഇതിന്റെ ഇത് വരുന്നത്. കോൺട്രിബ്യൂഷൻസ്, ഗോൾ കോൺട്രിബ്യൂഷൻ, സ്റ്റാറ്റ്സും കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഫിഫ, അതായത് വേൾഡ് കപ്പിന് ശേഷമുള്ള സ്റ്റാറ്റ്സ് ആണ് നോക്കുന്നത്. അതെ, അപ്പോ ഒബ്വിയസ്ലി വേൾഡ് കപ്പിന് ശേഷമുള്ള സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഹാലൻഡ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയാലും ഗോൾസ് ആയാലും. ഒരു മിനിറ്റ്, can you say that again? ഗോൾ കോൺട്രിബ്യൂഷൻസ് പ്രകാരം അത് വേൾഡ് കപ്പ് 2022 വേൾഡ് കപ്പിന്റെ സ്റ്റാറ്റ്സിന് ശേഷമാണ് ഇത് വരുന്നത്, സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, ഇതിന്റെ കൗണ്ടിങ് തുടങ്ങുന്നത്. അപ്പോ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രീവിയസ് ഇയറിൽ, അതായത് 2022 ഉണ്ടായിരുന്ന ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ് അത് ആരിക്കാ പോയതായിരുന്നായിരുന്നു എന്റെ ഡൗട്ട്. ഞാൻ വിചാരിച്ച ആ കൊല്ലം, അതായത് വേൾഡ് കപ്പ് നടന്ന കൊല്ലം, ഹാലൻഡിനാണ് ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടിയതെന്നാണ് എന്റെ ഡൗട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോ അത് മെസ്സിക്കായിരുന്നു. ഞാൻ 2022 മെസ്സിക്കായിരുന്നു ബെസ്റ്റ് പ്ലെയർ അവാർഡ്. ഗൂഗിൾ നോക്കിയപ്പോ അങ്ങനെ കണ്ടു. ഞാൻ നോക്കില്ല. അപ്പൊ ആ ടൈം ഞാൻ ആദ്യം വിചാരിച്ചു, ഞാനും ഗുലാനും തമ്മിൽ എന്തോ ഒരു ഇതിന്റെ തർക്കം ഉണ്ടായിരുന്നല്ലോ ആക്ച്വലി. മറ്റേ ബാലൻഡിയോറും പിന്നെ വേറെ ഏതോ ഒരു അവാർഡും ചോദിച്ചപ്പോ പറഞ്ഞില്ലേ ബാലൻഡിയോർ വോട്ടിംഗ് ആണ്, മറ്റേത് സ്റ്റാറ്റ്സ് ആണ്. അതേതായിരുന്നടാ നീ പറഞ്ഞത്? ഗോൾഡൻ ബൂട്ട് മാത്രമാണോ? ഗോൾഡൻ ബൂട്ടിന് മാത്രമാണോ നീ പറഞ്ഞത്? ഗോൾഡൻ ബൂട്ട് നമ്മുടെ റോണി കുട്ടൻ ജയിച്ചപ്പോ അത് മാത്രമായിരുന്നില്ല, ബെസ്റ്റ് പ്ലെയർ നീ പറഞ്ഞില്ലായിരുന്നല്ലോ ആ ടൈം അല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് ബെസ്റ്റ് പ്ലെയർ അവാർഡ് വോട്ടിംഗ് അല്ലാതാണെന്ന് അത് ഞാൻ വിചാരിച്ചത്. പക്ഷെ അപ്പോ സ്റ്റാറ്റ്സ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഹാലൻഡ് ആണ് മുമ്പിൽ. സെക്കൻഡ് എനിക്കൊന്നും എംബാപ്പയും, പിന്നെ അതിനിടയിൽ വേറെ പ്ലേയേഴ്സ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട്, അറിയില്ല. എന്തായാലും മെസ്സി എനിക്ക് തോന്നുന്നില്ല, അതായത് ഈ ഒരു സ്റ്റാറ്റ്സ് പ്രകാരം, അതായത് ആ സീസണിന് ശേഷമുള്ള സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും മെസ്സിക്കാണ് ഫസ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഹാലൻഡാണ് ഡിസേർവിംഗ് എന്നാണ് തോന്നുന്നത്. അതായത് നോമിനേഷൻ പ്രകാരം ഫിഫയുടെ ഭാഗത്ത് നിന്നെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടോ, അത് എനിക്ക് ഡൗട്ട് ഉണ്ട് ആക്ച്വലി. അതായത് മെസ്സി ആ ബെസ്റ്റ് പ്ലെയർ ലിസ്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ബട്ട് അതിന് ശേഷമുള്ളത് വോട്ടിംഗ് ആണ്. നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ട് ശേഷമുള്ള കാര്യം വോട്ടിംഗ് ആണ്. അതില് മെസ്സിക്ക് ഫേവറബിൾ ആയിട്ട് പോയതിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ആ ഇത് പാനലുള്ള ആൾക്കാർ ഇവൻ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒബ്വിയസ്ലി കോൺട്രവേഴ്സിയലിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് കേൾക്കുന്ന രണ്ടുപേരെന്ന് വെച്ചാൽ മോദ്രിച്ചും വാൾവർഡിയാണ്. അതായത് ഗ്രേറ്റസ്റ്റ് റൈവൽസ് ആയിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ കമന്റ്സ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പോ കുറെ ബൂയിങ് ആയിട്ടുള്ള കമന്റ്സ് കേട്ടിട്ടുണ്ട്. അതായത് റയൽ മാഡ്രിഡിൽ നിന്ന് രാജിവെക്കണം, അതായത് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ലൂക്ക മോദ്രിച്ചും വാൾവർഡിയും മെസ്സിക്ക് വോട്ട് ചെയ്തതിനോട് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഇതാകുന്ന ഒരു സീന് കാണാൻ പറ്റും. അപ്പം അത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട് അവർ മോദ്രിച്ചും വാൽവർഡിയും ഈവൻ അവർക്കും അറിയാലോ സ്റ്റാറ്റ്സ്, അവരെന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നു? നിങ്ങൾ ഇത് കാണണം, മെസ്സി ഫാൻ പറയുന്നു മെസ്സി ഡിസർവ് ചെയ്യുന്നില്ല. അപ്പൊ നീ പറഞ്ഞത് ഡിസർവ് ചെയ്യുന്നില്ല എന്നാണ് ഈ ഒരു
അവാർഡ്. ഇവൻ മെസ്സി പോലും വോട്ട് ചെയ്തത് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാളൻഡിനാണ് മെസ്സി വോട്ട് ചെയ്തതെന്ന് ആ ഇതിൽ പറയുന്നത്. മെസ്സി ഫസ്റ്റ് വോട്ട് ചെയ്ത് ഹാളൻഡ്, സെക്കൻഡ് എംബാപ്പെ, തേർഡ് ആൽവറസിന് എന്തോ ആണ് വോട്ട് ചെയ്തത്, മെസ്സിയുടെ വോട്ട്. അപ്പൊ പിന്നെ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് നോമിനേഷൻ ചെയ്ത ആദ്യത്തെ 3 പേര് വന്നിട്ടില്ല. ഇറ്റ്സ് എ ജോക്ക് ലിറ്ററലി. ഒരു പിന്നെ മെസ്സി ഇതിനെ കുറിച്ച് എവിടെയും പോസ്റ്റ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ അവാർഡ് കിട്ടിയതിനു ശേഷം ആക്ച്വലി ഇൻസ്റ്റയിലായാലും ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല മെസ്സി അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഗോൾഡ് ബാലൻഡിയർ ഒക്കെ കിട്ടിയപ്പോ അറ്റ്ലീസ്റ്റ് സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് മെസ്സി ഓൾസോ ഡോണ്ട് തിങ്ക് ഹി ഡിസേർവ്സ് ദ അവാർഡ് ഈ ഒരു സീസണില് മേ ബി. എനിക്കിതിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാ ഈ ഹെയ്റ്റ് കമന്റ്സ് ഒരുപാട് മെസ്സിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ. റോബി ദു കള്ളനാണ്, തീഫ് ഡിയോർ, തീഫ് ഫിഫ അവാർഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചറപറ കമന്റ്സ് ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ ക്രിസ്ത്യാനോ ഫാനാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് എനിക്ക് മെസ്സിനെ ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ട് റൈവൽറി ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് വളരെ എനിക്ക് കാണുമ്പോൾ അത് ഒരുപാട് സങ്കടമായി. കാരണം വോട്ടിംഗ്, ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അവരത് കാണിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് മെസ്സിക്ക് കിട്ടിയത്, എത്ര വോട്ടിനാണ്, എത്ര പോയിന്റ് ആണ്, എന്തുകൊണ്ടാണ്. ടൈ വന്നിരുന്നു, ഹാളൻഡിനും മെസ്സിക്കും ടൈ ആയിരുന്നു. അതിനുശേഷം ആ ക്യാപ്റ്റൻസ്, അവരുടെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ക്യാപ്റ്റൻസ് ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് അവർക്കാണ് ഫസ്റ്റ് പ്ലേസ്. അങ്ങനെയാണ് അവരുടെ ഒരു നിയമം. അപ്പം അത് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇതിനു മുമ്പ് ഈ ടിൻഡു പറഞ്ഞ അതേ കാര്യം, നോമിനേഷൻ, അതായത് ഈ ബെസ്റ്റ് പ്ലെയർ അവാർഡ് വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിലൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ 12 പ്ലെയേഴ്സിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഈ നോമിനേഷൻ ഉണ്ടാക്കുന്ന ഫിഫ തന്നെ തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ആണ്. ദിസ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ വോട്ടിംഗ്. ആ ഗ്രൂപ്പിൽ എങ്ങനെ മെസ്സിയുടെ പേര് വന്നു? അപ്പൊ അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അച്ചീവ്മെന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും, സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും, റെക്കോർഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും, ഈ ഒരു സമയത്തിനുള്ളിൽ ഐ ഡോണ്ട് തിങ്ക് അവർ പറഞ്ഞത് വേൾഡ് കപ്പിന് ശേഷമുള്ള ദിവസം തൊട്ട് 19th ഡിസംബർ തൊട്ട് 20th ഓഗസ്റ്റ് വരെയുള്ള ദിവസത്തിലാണ്, അതിനിടയിലുള്ള ഇതാണ് നോക്കുന്നത്. ആ സമയത്ത് ആകെ മെസ്സി കളിച്ചിട്ടുള്ളത് ഐ തിങ്ക് 36 ഗെയിംസോ മറ്റേ. 36 ഗെയിംസിൽ ഐ തിങ്ക് 17 ഗോളും 7 അസിസ്റ്റോ അങ്ങനെ എന്തോ ഉള്ളൂ മൊത്തത്തിൽ. ഫ്രണ്ട്ലീസും എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ പറയുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ 9 ഗോൾ അങ്ങനെ എന്തൊക്കെയോ. സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു സ്റ്റാറ്റ്സ്. ബട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആ നോമിനേഷൻ ലിസ്റ്റിൽ എങ്ങനെ മെസ്സി വന്നു, അത് ഫിഫ ലീഡ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ടീമിനെ വെച്ചിട്ടാണ് അവർ ചെയ്തത്. സോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുള്ളായി, ഇത്രയും നല്ലൊരു ഗെയിം, ഇത്രയും നല്ലൊരു പ്രസ്റ്റീജിയസ് അവാർഡിന് ഇങ്ങനത്തെ ഓരോ കറപ്റ്റഡ് ഓർഗനൈസേഷൻസും കറപ്റ്റഡ് ആയിട്ടുള്ള അവരുടെ അജൻഡാസ് പുഷ് ചെയ്യാൻ വേണ്ടിയും അവരുടെ പവറിനും ലൈക്ക് അവരുടെ സുപ്രീമസി തെളിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉള്ളൊരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നാളത്തെ ഫുട്ബോളിനെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഇങ്ങനത്തെ ഒരു അവാർഡ്, ഇതൊക്കെ നോർമലായി വരും. ഇങ്ങനത്തെ പാർഷ്യാലിറ്റീസും ഇങ്ങനത്തെ ഫേവറേറ്റിസം നോർമലാവും. ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് നല്ലൊരു കാര്യമല്ല ഏതൊരു ഗെയിമിനും. ഫുട്ബോളിന് അത് സംഭവിക്കാൻ പാടില്ല. ആരും ഫിഫയ്ക്കെതിരെ ഒരു വാക്കും പറയുന്നില്ലല്ലോ. വളരെ കുറവ് ഹീറ്റ് കമന്റ്സ് ഫിഫയ്ക്ക്. ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സിക്കാ. ഇപ്പൊ ഇന്ന് ക്രിസ്ത്യാനോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, എന്താ സൗദി ലീഗ് ഇസ് ബെറ്റർ ദാൻ, അല്ലെങ്കിൽ അപ് ടു ദ ലെവൽ ഓഫ് ലീഗ് 1. പിന്നെ വേറെന്തോ പറഞ്ഞു, ഇപ്പൊ വന്ന ബാലൻഡിയോറും അതേപോലെ ഈ ഫിഫ അവാർഡ്സ് ഒക്കെ വളരെ അത്ര അൺഫെയർ ആണ്, അവർ വളരെ പാർഷ്യലായിട്ടാണ് കൊടുക്കുന്നത്, ദേ ആർ നോട്ട് ദി ബെസ്റ്റ് അവാർഡ്സ് എനിമോർ എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ ഫുൾ ഫയറിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ പേര് പിന്നെ ക്രിസ്ത്യാനോനെതിരെ ഹെയ്റ്റ് കമന്റ്സ് വരാൻ തുടങ്ങി. പറഞ്ഞത് സത്യമാണ്, പക്ഷെ പറഞ്ഞ രീതി എനിക്ക് തോന്നുന്നു കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയി പോയി അല്ലേ? ചില സമയത്ത് ഐ ഫെൽ ലൈക്ക് ഹി ഈസ് സച്ച് എ സോർ ലൂസർ അങ്ങനത്തെ ഒരു കമന്റ് പറഞ്ഞപ്പോ, അല്ല ഞാൻ അങ്ങനെ പറയുന്നല്ല, അല്ല എനിക്കും തോന്നി, എനിക്ക് ഓക്വേർഡായി തോന്നി. അതായത് പറഞ്ഞ സത്യമാണെങ്കിലും ഐ തിങ്ക്
ലൈക്ക് ഇപ്പൊ ഈ ആൻഡ്രൂ ടൈറ്റിനൊക്കെ പോലെയുള്ള ഒരു ഹേറ്റ് ക്രിസ്റ്റ്യാനോന് കിട്ടുന്നുണ്ട്. ബിക്കോസ് ഹി ജസ്റ്റ് സെഡ് ഇറ്റ് സ്ട്രേറ്റ് ഇൻടു ദ ഫേസ്. ഡിസ്കസ് ഓണസ്റ്റിയെ ഒരിക്കലും ലോകം അപ്രിഷിയേറ്റ് ചെയ്യത്തില്ല. അത് ദാറ്റ്സ് ഇറ്റ്. ബട്ട് എനിക്ക് പിന്നെ ഇതിന് കൂടുതൽ എനിക്കൊന്നും ആഡ് ചെയ്യാനില്ല. കാരണം FIFA, we all know that if Messi touches the ball, FIFA is gonna celebrate it like crazy. So ആൻഡ് ഇത്ര സിറ്റി പ്ലേയേഴ്സ് ഉണ്ടായിട്ടും why is Rodri not in ഫിഫ്ത് പ്രോ ബെസ്റ്റ് 11? അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫിഫ്ത് പ്രോ മെൻസ് വേൾഡ് 11 എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് വളരെ ക്രേസി ആയിട്ടുള്ളതാണ്. ലൈക്ക് റോഡ്രി എന്തുകൊണ്ട് മിഡ്ഫീൽഡില്ല? ഈവൻ വൺ ഓഫ് അവർ സബ്സ്ക്രൈബേഴ്സ് ഇത് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗുലാൻ, യുവർ ടേക്ക് ഓൺ ദിസ്? എന്ത് ടേക്ക് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? എടാ ഫോർമേഷൻ നോക്ക്, 3-3-4 പറഞ്ഞ ഒരു ഫോർമേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പണ്ടെങ്ങാനും കണ്ടിട്ടുണ്ടാവും 1960s-ലും 1950s-ലൊക്കെ. നിങ്ങൾ കേട്ടിട്ടോ 3-3-4 ഒരു ഫോർമേഷൻ ഫുട്ബോളിങ്? എനിക്കറിയില്ല. എടാ അതും വൺ ഔട്ട് ആൻഡ് ഔട്ട് സെൻട്രൽ ഡിഫൻഡർ വെച്ച് ജോൺ സ്റ്റോൺസ് ബേസിക്കലി ആ സീസൺ മൊത്തം ഒരു ഇൻവേർട്ടഡ് മിഡ്ഫീൽഡ് ബാക്കായിട്ടാണ് കളിച്ചേക്കുന്നത്. അല്ല സ്റ്റോൺസ്, എനിക്ക് തോന്നുന്നു ഒരു ടീമിൽ സ്റ്റോൺസ്, റൂബൻ ഡിയാസും സിൽവയൊക്കെ ഉണ്ട്. അതില് റോഡ്രി എങ്ങനെ വരാണ്ടിരുന്നു? സിറ്റി പ്ലേയേഴ്സ് അല്ലേ ഇവരെല്ലാം. ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ MVP, മറ്റേ ഇതിലെ ക്ലബ് വേൾഡ് കപ്പിലും അങ്ങനെ തന്നെ സെമി ഫൈനൽസിലും റോഡ്രി തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് MVP. എനിക്ക് ഓർമ്മയില്ല UCL-ന്റെ. അവരുടെ ഏറ്റവും കീ പ്ലെയർ ആണ് റോഡ്രി. ആൻഡ് ഹി സ്കോർഡ് ഗോൾസ് ഓൾസോ. വെറുതെ അല്ല. എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു പ്ലെയറിനെ ആഡ് ചെയ്യാൻ വേണ്ടി അവര് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ലിസ്റ്റ് കാണുമ്പോ മെസ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ആ ലിസ്റ്റിൽ നിന്ന് ഒരു പ്ലെയറിനെ ഒഴിവാക്കിയ പോലെ ഉണ്ട് എനിക്ക് ആ ഫോർമേഷൻ ഒക്കെ കാണുമ്പോ. എനിക്കത് നല്ല ഫീൽ ചെയ്തു കാണുമ്പോ. എന്തൊക്കെ പറയാൻ എനിക്ക്. പിന്നെ കോട്ടു ആ ഗോൾ കീപ്പർ, ലൈക്ക് ഐ ഡോണ്ട് നോ വൈ ദേ ഡോണ്ട് ലൈക്ക് ആലിസൺ സംഹൗ. ഐ മീൻ മേ ബി ടൈറ്റിൽസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ബട്ട് ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ ബേസിലാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നുമില്ലെങ്കിൽ ഫിഫ്ത് പ്രോയിൽ വരണമായിരുന്നു, അല്ലെങ്കിൽ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ്. ഇതിലേതെങ്കിലും ഒന്ന് ആലിസണിന് കൊടുക്കണമായിരുന്നു. സിറ്റിയുടെ ഡിഫൻസിലെ ഏറ്റവും സ്റ്റാർ പ്ലേയേഴ്സ് വോക്കറും മറ്റേ ഇവരൊക്കെ ആയിരുന്നു, സ്റ്റോൺസും ഇവരൊക്കെയാണ്. അല്ലാണ്ട് എഡർസൺ ഐ തിങ്ക് അതിന് മാത്രം ഡിസേർവിംഗ് ആയ ഒരു ഗോൾ കീപ്പറാണെന്ന് എനിക്ക് തോന്നില്ല. എനിക്കും ടിബോ കോട്ടോനെക്കാട്ടി കൂടുതൽ അലിസൺ ആയിരുന്നു എന്റെയും ചോയ്സ്. ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലിവർപൂളിന്റെ ഡിഫൻസിന് കഴിഞ്ഞ 23 സീസണിൽ പിടിച്ചു നിർത്തിയത് അവൻ തന്നെയാണ്. ലൈക്ക് കുറെ സമയത്ത് ലിവർപൂളിന്റെ കളി കാണുമ്പോൾ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അലിസൺ ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുമായിരുന്നു? ഐ തിങ്ക് സേവ് പെർസെന്റേജ് അങ്ങനത്തെ കൂടുതൽ തന്നെ ആയിരുന്നു ആലിസൺ അല്ലേ? എനിക്ക് അറിയില്ല, കോട്ടോയും തമ്മിൽ അറിയില്ല അത്ര വ്യത്യാസം. ഐ തിങ്ക് ആയിരുന്നു. എനിക്കും അറിയില്ല, കോട്ടോനെ ആയിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ബട്ട് ഐ തിങ്ക് കോട്ടോയ്ക്ക് ആ സീസണിൽ ഇഞ്ചുറി ആയിട്ട് കുറെ കളിക്കാരും പറ്റിയിട്ടില്ലല്ലോ. അതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ആലിസൺ ആയിരിക്കും ബെറ്റർ പെർഫോം ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിശ്വാസം. കളി കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബട്ട് ഇത് തിയറി എൻട്രി പറഞ്ഞ പോലെ വി കനോട്ട് ഡിബേറ്റ് ഒപ്പീനിയൻ. സോ ഇതിൽ ഫർദർ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അതായത് ഈ അടുത്തായിട്ട് എവർട്ടൺ ആൻഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, 2 പ്രീമിയർ ലീഗ് ക്ലബ്സിനെതിരെയായിട്ട് പ്രീമിയർ ലീഗ് ഒരു തീരുമാനം എടുത്തു. ദാറ്റ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം തന്നെയാണ് അവർ കണ്ടുപിടിച്ചു ഇവർ FFP റെഗുലേഷൻസ് പാലിക്കാണ്ട് കുറച്ച് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 ക്ലബ്സും അതിനോട് അഗ്രി ചെയ്തു. ബട്ട് വി ഓൾ നോ ദാറ്റ് എവർട്ടൺ ഇതിനു മുമ്പ് കുറച്ച് മാസങ്ങൾ മുമ്പ് ഐ തിങ്ക് സെപ്റ്റംബറിലോ മറ്റേ തോന്നുന്നു, അവർക്ക് ഓൾറെഡി 10 point ഡിഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു FFP റൂൾ പ്രകാരം ലംഘിച്ചതിന്. അപ്പോൾ റൂൾ എന്താന്ന് വെച്ചാൽ ഒരു സ്പാൻ ഓഫ് 3 സീസൺസ് എടുക്കുകയാണെങ്കിൽ 105 മില്യണിനേക്കാളും കൂടുതൽ ഒരു ക്ലബ്ബ് ഒരു ലോസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. സോ ഇറ്റ് കനോട്ട് ക്രോസ് ദാറ്റ് 105 മാർക്ക്. ബട്ട് നോട്ടിംഗ്ഹാം സ്പെസിഫിക്കലി കഴിഞ്ഞ സീസൺസ് അതിന് മുമ്പത്തെ ചാമ്പ്യൻഷിപ്പ് ടീം ആയതുകൊണ്ട് അവർക്ക് ആ ലിമിറ്റ് കുറവാണ്, 65 മില്യൺ എന്തോ ഉള്ളൂ. ബ്രെന്നൻ ജോൺസൺ ഡീലൊക്കെ അതിലൊരു പ്രശ്നമായി വന്നു, കാരണം അത് ക്രോസ് ചെയ്തു സ്പേഴ്സിന് പോയപ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഈ 2 ക്ലബ്സിനും എതിരെയായിട്ട് ഈ ഒറ്റ FFP ചാർജിന് വേണ്ടിയിട്ടാണ് ഇവർക്കെതിരെ
ഈ പ്രശ്നം വന്നിട്ടുള്ളത്. ആൻഡ് അതിന് ഹിയറിംഗ് അവർക്ക് വേണമെങ്കിൽ അപ്പീലിനൊക്കെ പോവാം. ദാറ്റ് ഈസ് എന്താവും അറിയില്ല. മേ ബി പോയിന്റ് ഡിഡക്ഷൻ ആയിരിക്കും. ആഫ്റ്റർ ദ സീസൺ ഒക്കെ ആയിരിക്കും നടക്കാന്നാ പറയുന്നത്. കാരണം ഏപ്രിലൊക്കെ ആയിരിക്കും ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അതൊക്കെ മാറ്റി വെക്കാം. ഇപ്പൊ ഇവിടെയുള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ ഓക്കെ, അവര് തെറ്റ് ചെയ്തോ അവർക്ക് ശിക്ഷ വേണം. അപ്പുറത്ത് മാൻ സിറ്റി ആൻഡ് ചെൽസി, 2 വലിയ പ്രീമിയർ ലീഗ് ജയൻസ്. അത് മാൻ സിറ്റി പ്രത്യേകിച്ച് 115 FFP ചാർജ് പിടിച്ചാണ് നിൽക്കുന്നത്. അവർക്കെതിരെയായിട്ട് ഇന്നലെ ഇത്രയും കാലത്തിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഇടയിൽ ഒറ്റ ഒരു പ്രശ്നമോ ഒരു പണിഷ്മെന്റോ ഒന്നും വന്നിട്ടില്ല. ആരും ചോദിക്കുന്നുമില്ല, ഒന്നും നടക്കുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ തുടങ്ങി കുറേ കാലമായിട്ടുണ്ട്. പിന്നെ ഹിയറിംഗ് നടക്കുന്നു പറയുന്നുണ്ട്. ഹിയറിംഗ് ഇനി എപ്പോഴാണ്, മെയ്യിലാണോ ഏപ്രിലാണോ, അത് ഇനി ഈ കൊല്ലം ഉണ്ടാവോ ഇല്ലേ ആർക്കും അറിയില്ല. ബട്ട് വാട്ട് ആർ യുവർ തോട്ട്സ്? ഇതിന്റെ 2 സൈഡ്സ് ഉണ്ട്. ഞാനതിപ്പോ പറയുന്നില്ല, നിങ്ങൾ എന്താ പറയുന്നതെന്ന് ആദ്യം കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിന് രമണൻ പറയാൻ ഒരുപാടുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ പറയാനായിട്ട് ഒരുപാടൊന്നുമില്ല. കാരണം ഇത് നമ്മൾ കുറേ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ബട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എവർട്ടനെതിരെ FFP റെഗുലേഷൻസിന് ഇഷ്യൂ വന്നു, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ഇഷ്യൂ വന്നു എന്നറിഞ്ഞതും ലൈക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്കെതിരെ ആക്ഷൻ ഉണ്ടായി. ലൈക്ക് അതിന്റെ വിധി വന്നിട്ടാണോ എന്താണ് സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ഇത് എനിക്കറിയാൻ പാടില്ല. ബട്ട് എന്നിട്ട് ഇത്ര കാലമായിട്ട് എത്ര സീസണായി ഇപ്പോൾ മാൻ സിറ്റിക്കെതിരെ ഇത് നടക്കുന്നു. എന്നിട്ട് ഒരു കാര്യവും ഇതുവരെ അതിനെതിരെ നടന്നിട്ടില്ല. മാൻ സിറ്റിക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, ഇവര് വേറെ എന്തൊക്കെ അതിൻ്റെ കൂടെ പോകുന്നു. ഒരു കൃത്യമായിട്ടൊരു ട്രാൻസ്പാരൻസി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മാൻ സിറ്റിയുടെ കേസിൽ. എന്തൊക്കെയോ ഇത് നടക്കുന്നു എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. സോ അതിൽ നിന്ന് നീ പറഞ്ഞ പോലെ ഇതിന് 2 സൈഡ് ഉണ്ടാവും. ചിലപ്പോൾ മാൻ സിറ്റി ഇതായിരിക്കാം, ആൾക്കാർ പണി കൊടുക്കുന്നതായിരിക്കാം, കോച്ചസും മറ്റ് ക്ലബ്സും പണി കൊടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ മാൻ സിറ്റി ചിലപ്പോൾ ഗിൽറ്റി ആയിരിക്കാം. ഇപ്പോൾ 115 FFP റെഗുലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ 1-2 ശരിയാവണ്ടേ എന്നുള്ള ഒരു രീതിക്ക് ആൾക്കാർ ചിന്തിക്കും നമ്മൾ ആ നമ്പർ കാണുമ്പോൾ. ചിലപ്പോൾ അത് നുണയാണെങ്കിൽ നുണ പെരുപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത്രേ ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ശരിയാവല്ലോ എന്ന് ആൾക്കാർ വിചാരിക്കും. മനസ്സിലായി? ഈ ഹിറ്റ്ലറൊക്കെ യൂസ് ചെയ്ത ടെക്നിക്ക്, ബിഗ് ലൈ. അപ്പോൾ അങ്ങനെ അതിന്റെ 2 സൈഡൊക്കെ ഉണ്ടാവും. ബട്ട് എന്താ അതിന് പറയാ, ഞാനിപ്പോ ഒരു ഇതായിട്ട് പ്യുവർ ആയിട്ട് ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻ സിറ്റി നല്ല കളി കളിക്കുന്നുണ്ട്, സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് നല്ല കളി കളിക്കുന്നുണ്ട് തന്നെ പറയേണ്ടി വരും. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട്, മാൻ സിറ്റിയുടെ CEO ഇപ്പൊ മാൻ യുണൈറ്റഡിന്റെ CEO ആണ്. അതറിഞ്ഞോ നിങ്ങള്? ഇന്നലെ മാൻ സിറ്റിയുടെ CEO ഇസ് നൗ മാൻ യുണൈറ്റഡ് CEO. ഡു യു നോ ദാറ്റ്? അയാളുടെ പേരെന്താ? അയാള് മാൻ യുണൈറ്റഡിലേക്ക് വന്നടാ. അതൊക്കെ നടന്നു. അതൊന്നും അറിഞ്ഞില്ലേ? അപ്പൊ സിറ്റിയുടെ CEO ഇപ്പൊ ആരാണ്? ഒമർ ബെറാദ appointed Man United's new chief executive from rivals Man City. ഒമർ ബറാദയാണോ? അപ്പൊ സിറ്റിക്ക് ഇപ്പൊ CEO ഇല്ല. ടെമ്പററിലി അവര് ഉണ്ടാവില്ല. ഒരു എന്താ അതിന് പറയാ, ഇപ്പൊ എന്തായാലും ഇല്ല. അങ്ങനെ ടെമ്പററി സിഇഒനെ വെക്കുമല്ലോ ഒരാള് പോയാ. ഇതില് വേറൊരു കാര്യം പറയുന്നത്, അന്വേഷണ സംഘമാണോ പ്രീമിയർ ലീഗ് ആണോ എന്നറിയില്ല, അവര് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ 115 ചാർജസും ഇതിന്റെ ഈ വോള്യൂം സ്കെയില് സിറ്റി പോലത്തെ വലിയൊരു ക്ലബ്ബ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ, അപ്പോൾ അത്രയും കോംപ്ലെക്സ് ആൻഡ് ഈ ഒരു വോള്യൂം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അത്രയും കോംപ്ലെക്സ് ആണ്, അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആൻഡ് ഇതിന് ഒരുപാട് കോർട്ട് ട്രയൽസും കാര്യങ്ങളൊക്കെ വേണം അതിന്റെ സത്യത്തിലേക്ക് എത്തിച്ചേരാനും അതിനായിട്ടുള്ള ഒരു പണിഷ്മെന്റിലേക്ക് എത്താനും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത്. നേരെ മറിച്ച് എവർട്ടൺ നോട്ടിംഗം ഒന്നും അങ്ങനെയല്ല, വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. അവർ തെറ്റായ റെക്കോർഡ്സ് കാണിച്ചു ആൻഡ് അതിനെ പ്രൂവ് ചെയ്തു. അതിൻ്റെ ഒറ്റ ചാർജേ ഉള്ളൂ. എവർട്ടൺ ആദ്യം കിട്ടിയ പോയിന്റ് ഡിഡക്ഷൻ 2021 ആയിരുന്നു. ഇപ്പോൾ ഈ സീസൺ റീസെന്റ് സീസണിൽ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ അതാണ് അവരുടെ ഭാഗം. ഈ സീസണിന്റെ പോയിന്റ് ഡിഡക്ട് ചെയ്തോ?
ഓൾറെഡി 10 പോയിന്റ് ഡിറ്റക്ട് ചെയ്തു. അതാണ് ഇപ്പൊ അപ്പീലിന് പോകുന്ന. രണ്ടാമതും ഡിറ്റക്ട് ചെയ്യാണ് പറഞ്ഞാല് അവർക്കത് ബുദ്ധിമുട്ടല്ലേ, റെലിഗേറ്റ് ആവില്ലേ സിമ്പിൾ ആയിട്ട്. ഒരു അപ്പീലിന് 10 പോവാണ്. പോയിന്റ് ഡിഡക്ട് ചെയ്ത്. അപ്പൊ ആദ്യം എത്ര ഇരുന്ന പൊസിഷൻ എത്ര ഉണ്ടായിരുന്നേ? എത്രയെന്ന് എത്രയിലേക്ക് വന്നിപ്പോ അവര്? അതിപ്പോ എനിക്കത്ര ഓർമ്മയില്ല, കുറച്ച് കാലമായി അത്. നമ്മള് സീസണിന്റെ ഒരു 10 ഗെയിം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അത്. എനിക്ക് ഓർമ്മയില്ല ശരിക്കും. അപ്പൊ ഇനിയും പോയിന്റ് ഡിഡക്ഷൻ ആയാൽ അവർക്ക് തിരിച്ചു വരാൻ ഒരു വഴിയില്ല. എന്തായാലും ഈ സീസൺ ഇനി ബുദ്ധിമുട്ടായിരിക്കും, റെലഗേറ്റ് ആവും. ശബാഷ്. ഈ രണ്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഗുലാനത് നിന്നോടാണ്. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് മാൻ സിറ്റി അല്ല റിയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മാൻഡ്രിഡ് ഡെർബി നടന്നില്ലേ? അതില് വിനീഷ്യസിന്റെ കണ്ടക്റ്റിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനിക്ക് വളരെ മോശമായ അഭിപ്രായമാണുള്ളത്. എന്താണ് അവൻ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, സത്യം പറയാലോ. അവൻ വിളിക്കാൻ എന്നെക്കാളും ചെറുതാണ്. അല്ല, എന്നെക്കാളും ചെറുതാണ്. ഇവിടെ മെസ്സിനെ വരെ ഞങ്ങൾ അവൻ വിളിച്ചിട്ടുണ്ട്. അതിന് പേരിൽ മെസ്സി ഫാൻസിനെ തെറിയും കേട്ടിട്ടുണ്ട് കേട്ടാ. എടാ, എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്നറിയോ, ആശാന് അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണയ്ക്ക് കളിക്കുമ്പോ പ്രത്യേക ഒരു എനർജിയാണ്. ഇവിടെ പോയിട്ട് ഇത് ഞങ്ങളുടെ മാച്ച് കണ്ടോടാ, മാഡ്രിഡിൽ ഞങ്ങളാടാ ഫാൻസിന്റെ അടുത്ത്. ഒരു ഇൻസിഡന്റ് ഞാൻ കണ്ടത്, റോഡി ട്രിപ്പോളിന്റെ മുമ്പിൽ വിനീഷ്യസ് പോയിട്ട് ഐ പ്ലേ ഫോർ റയൽ മാഡ്രിഡ്, റോഡി ട്രിപ്പോൾ ഐ ആം എ വേൾഡ് ചാമ്പ്യൻ. അത് ഞാനും കണ്ടായിരുന്നു. അല്ല, ഐ മീൻ ബാൻറ്റർ ഒക്കെ നല്ലതാണ്, ആ ഒരു അഗ്രഷൻ നല്ലതാണ്. പക്ഷെ അത് ഇങ്ങനെ അനോയിങ് ആയ ഒരു രീതിയിലല്ല കാണിക്കേണ്ടത്. അത് ഇത് ഇത്തിരി നാണക്കേടായി പോയി നമുക്ക് തന്നെ. പക്ഷെ ആ ഒരു ഹംബ്ലിംഗ് വേണം. വളരെ ഒരു നാണക്കേട് എനിക്ക് വേറെ ഫീൽ ചെയ്തെന്നറിയോ, എന്നിട്ട് ഇത് അത്ലറ്റിക്കോ ഫാൻസിന്റെ മുമ്പിൽ എന്നാണ് കോപ്രാണ് കാണിക്കണേ. എന്നിട്ട് അത്ലറ്റിക്കോ ഫാൻസ് ഇങ്ങനെ ആക്കിയേ എന്തോ കമന്റ് അടിക്കുക ചെയ്തെന്ന് തോന്നുന്നു അവനെതിരെ. അത് വന്നിട്ട് റെഫറി എടുത്ത് പറയുന്നത് അവൻ എന്നെ കടിച്ചു എന്ന്. സിംഹത്തിന്റെ വായല് വിരലിട്ടിട്ട് സിംഹം കടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അഞ്ചാല് ഓരോ കാട്ടിക്കൂട്ടിലാണ്. എന്നിട്ട് മോഡ്രിച്ച് പറയുന്നത് കളിയിൽ ശ്രദ്ധിക്കണം. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ബ്രോ തിങ്സ് ഹീസ് ക്രിസ്ത്യാനോ. ക്രിസ്ത്യാനോയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള കളിക്കാരാണ് എനിക്കിഷ്ടം. ഞാൻ പറയാമല്ലോ, മെസ്സിക്ക് ആ ആറ്റിറ്റ്യൂഡ് ഇല്ല. അതുകൊണ്ട് എനിക്ക് മെസ്സിയുടെ അത്ര നമുക്കൊരു അറ്റാച്ച്മെന്റ് ഇല്ല. മെസ്സി പ്ലേയേഴ്സ് ആകുമ്പോൾ കുറച്ച് ആറ്റിറ്റ്യൂഡ് ആണ്. ക്രിസ്ത്യാനോയുടെ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു റെസ്പെക്ട് തോന്നും. ഇതൊരുമാതിരി കോപ്രാണ്ടിയാണ് കാണിക്കുന്നത്. എടാ, ക്രിസ്ത്യാനോ കംബാക്ക് അടിച്ച് ഹാട്രിക് അടിച്ചിട്ടാണ് കാണിച്ചത്. അത് ഡിയാഗോ സിമിയോണെ ഫസ്റ്റ് ലെഗിൽ കാണിച്ച തെണ്ടിത്തരുന്നു. അത്ലറ്റിക്കോ ഫാൻസ് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയായിരുന്നു പെരുമാറി, അതിനാണ് ആ ഉത്തരം കൊടുത്തത്. ഇതങ്ങനെയല്ല, ഇത് നാണക്കേടായിരുന്നു സത്യം പറഞ്ഞ. ഞങ്ങളാകെ ഈ സീസൺ ആകെ 2 മാച്ചേ ഐ തിങ്ക് തോറ്റിട്ടുള്ളൂ. അത് 2 മാച്ചും അത്ലറ്റിക്കോനെതിരെയാണ്. ഐ തിങ്ക് ഈ ഇയർ, സോറി, അവരുടെ മെട്രോപോളിറ്റോനോ സ്റ്റേഡിയത്തിലാണ് 2 എണ്ണം തോറ്റിട്ടുള്ളത്. വേറെ മാച്ചസ് ഒന്നും തോറ്റിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഹംബ്ലിങ് അവർക്ക് വേണം. അത് അവര് ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. ഗ്രീസ്മാൻ എന്ത് കളിയായിരുന്നടാ മോനെ. കഴിഞ്ഞ കളി എന്ത് കളിയായിരുന്നു? മോദ്രിച്ചിനെ നിലത്തിട്ടിട്ടല്ലേ ഗോൾ അടിച്ചേ. ഗ്രീസ്മാനും ജൂഡ് ബെല്ലിംഗോ ഇവർ രണ്ടുപേരാണ് ഗാർഡ് ചെയ്തിട്ടല്ലേ ആ കോർണറിലേക്ക് ഗോൾ എടുത്തടിച്ചത്. എന്റെ പൊന്നോ, ആ ആംഗിളൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നു ഞാന്. ഞങ്ങളുടെ ലൂനിന് അത്യാവശ്യം നല്ല കളി കീപ്പറാണ്, കോട്ടയൊന്നും അല്ലെങ്കിലും. അത്ലറ്റിക്കിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആയില്ലേ ആ കളിയോട് കൂടിയല്ലേ ആയ. ഹി ഈസ് എ ക്ലബ് ലെജൻഡ് നോ ആൻഡ് ഹി ഡിസേർവ്സ് ഇറ്റ്. പാവം, എപ്പ അവൻ ഏത് ക്ലബ്ബ് പോയാലും ടൈറ്റിൽ കറക്റ്റ് ആയിട്ട് മിസ്സാവും. ആടാ, കഴിഞ്ഞ 6 സീസൺ ആയിട്ട് ബാർസിയോ അത്ലറ്റിക്കോ ആയിരുന്നു ടൈറ്റിൽ അടിക്കുന്നത്. ഈ സീസണിലൊക്കെ ഗ്രീസ്മാൻ തൊട്ടപ്പുറത്തെ ടീമിലായിരിക്കും. അത്ലറ്റിക്കോ അടിക്കുമ്പോൾ ബാർസലോണിക്കും, ബാർസലോണിക്കും അത്ലറ്റിക്കോയിലായിരിക്കും. എന്തായാലും ആശാൻ ഫുൾ ബെസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഫിഫ്ത് പ്രോയിൽ ഐ തിങ്ക് ജൂഡ് ബെല്ലിംഗും ഡിസേർവിംഗ് ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഐ തിങ്ക് പേഴ്സണലി മേ ബി ഗ്രീസ്മാൻ അതിനൊരു സ്പോട്ട് കൊടുക്കായിരുന്നു. Guys, you should see this. Real Madrid is losing 2-0 at half time. അൽമേരിയനെതിരെ 2-0 ഡൗൺ ആണ് ഇപ്പോ റിയൽ മാഡ്രിഡ്. പറഞ്ഞതേ ഉള്ളൂ ഞാനിപ്പോ. ഇല്ല പറയാൻ പറ്റില്ല. ഇവന്മാർക്ക് 90th മിനിറ്റ് വരെ എന്താ ചെയ്യാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റൂല.
എടാ ഹോമിലാണ്. ഓ ഹോൾമീനിൽ 2 കൊട്ട് കിട്ടിയല്ലോടാ. ഫസ്റ്റ് മിനിറ്റിൽ തന്നെ കിട്ടിയല്ലോടാ ആ കൊട്ട്. ഞാൻ പോയി കാണണം. വേഗം തീർക്കി. ഞാൻ പോയി കാണാം. അയ്യോ എടാ യു ഡോണ്ട് ഈവൻ ഹാവ് എ ഷോട്ട് ഓൺ ടാർഗറ്റ്. യാ ഹാപ്പിയായി. കംബാക്ക് ചെയ്യണം. കംബാക്ക് ഇടാ നോക്കടേ. അതുണ്ടാവും. നിങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കംബാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് തഗ് ലൈഫ് ഇട്ടിട്ട് ഇവിടെ ക്ലിപ്പ് ഇടും. അല്ലെങ്കിൽ എന്റെ ജീവിതം അല്ലെങ്കിൽ അത് ഇൻസ്റ്റന്റ് കർമ്മ ഫോർ റിയൽ മാഡ്രിഡ് ഫാൻ. വേസ്റ്റഡ്. എന്തായാലും നോക്കാം. ഇവന്മാരാണ്ട് പറയാൻ പറ്റില്ലടാ. ലാസ്റ്റ് മിനിറ്റ് വരെ നോക്കണം. അപ്പൊ ഓക്കെ, ഇത്രയായിരുന്നു നമുക്ക് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ലിവർപൂളിന്റെ കളി തുടങ്ങാനായി. 10 മണിക്ക് ലിവർപൂളിന്റെ കളി കാണാറുണ്ട്. ഓക്കെ ഗൈസ്, so let's wind up. Thank you so much for tuning into the Kalipos Talks. See you soon in the next episode. Bye. സുലാൽ.